ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പോണത് കോഴിക്കോട് എയർപോർട്ടിലേക്കാണ്. അപ്പം നമ്മൾ നാട്ടിലൂടെയാണ് പോണത്. നമ്മുടെ നാട് അറിയാലോ, ഗൂഡല്ലൂർ നീലഗിരി ഡിസ്ട്രിക്റ്റാണ്. നീലഗിരി ഡിസ്ട്രിക്റ്റ് ഇതെല്ലാം നമ്മൾ പോണ വഴികളാണ്. അങ്ങനെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നാടുകാണി ചുരമാണ് എത്തുക. നാടുകാണി ചുരം വഴിയാണ് നമ്മൾ പോണത്. അന്ന് നാടുകാണി ചുരം വഴി പോണ സമയത്ത് ഒരുപാട് ബ്ലോക്കുകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ബ്ലോക്ക് കാരണം കുറേ കുടുങ്ങി. അപ്പം നമ്മളെ ഭാഗത്തുനിന്ന് ആളുകളൊക്കെ എയർപോർട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മുമ്പേ ഇറങ്ങണേ. അല്ലെങ്കിൽ ഇവിടെ ഈ നാടുകാണി ചുരത്തുമ്പോൾ ചിലപ്പം ബ്ലോക്ക് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ലേശം പണിയാണ്. അങ്ങനെ ഏകദേശം നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടോ. എയർപോർട്ടിലെത്തി കഴിഞ്ഞ് നമ്മൾ അവിടേക്ക് നിന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങി. ഇതൊക്കെ എയർപോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളാണ്. അപ്പോൾ ഏകദേശം ഇത് ആളുകൾ ഗൾഫിൽ നിന്ന് വരുന്ന ഏരിയയാണ്. അപ്പോൾ അവരെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോഴേക്കും നമ്മൾ എയർപോർട്ടിലേക്ക് വന്നു. നമ്മളെ പെങ്ങളാണ് ഇതെല്ലാം കാണിക്കുന്നുണ്ട്. പേപ്പറെല്ലാം കാണിച്ച് ഉള്ളിൽ കയറാനുള്ള ശ്രമത്തിലാണ്. അതെല്ലാം കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മളതിൻ്റെ ചുറ്റുഭാഗങ്ങളെല്ലാം ഒന്ന് കണ്ട് കാണിച്ചു തരാം. എല്ലാം ഒന്ന് കണ്ട് നോക്കും. ഇനി എത്ര ആയാലും കോഴിക്കോട് എയർപോർട്ടിൽ എപ്പോഴും തിരക്ക് തന്നെയായിരിക്കും. എത്ര മിനിറ്റുകൾക്കുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിക്കൊണ്ടേയിരിക്കും കോഴിക്കോട്. അപ്പോൾ ഇത് നമ്മളെ പെങ്ങളാണ്. പെങ്ങൾ ഉള്ളിലേക്ക് കയറി പോവാണ്. അപ്പം ഇത് കുറച്ച് ദിവസം മുമ്പുള്ളൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ. അപ്പം ഇതൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ, ഒന്ന് ലൈക്ക് ചെയ്യൂ, ഒന്ന് കമൻറ്റ് ചെയ്യൂ. കോഴിക്കോട് എയർപോർട്ട് എന്ന് പറയുന്നത് ഈ ഗൾഫ് ബന്ധം ഇല്ലാത്ത ആളുകളൊന്നും ചിലപ്പോൾ അധികം വന്നിട്ടും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. ഈ ഗൾഫിലെ ആളുകളുണ്ടെങ്കിലോ അല്ല അവരെ ബന്ധത്തിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് വന്നു പോണതും ഒക്കെ ഉണ്ടാവുള്ളൂ എയർപോർട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് കാലിക്കറ്റ് എയർപോർട്ട് എന്ന് നമ്മൾ കാണിച്ചു തരാം. ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നമ്മൾ വന്ന് നാടുകാണി ചുരം വഴി ആണ് നമ്മൾ വന്നത്. അപ്പോൾ പോണത് നമ്മൾ കോഴിക്കോട് കൂടെയാണ് വന്നതെന്ന് വെച്ചാൽ എടവണ്ണ അരീക്കോട് വഴിയാണ്. അപ്പോൾ പോണത് നമ്മൾ താമരശ്ശേരി വയനാട് ചുരം കയറി അങ്ങനെ നാട്ടിലേക്ക് പോകും. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മാനാഞ്ചിറ സ്ക്വയറാണ്. ഇത് അറിയാത്തവരെ ആരും ഉണ്ടാവില്ല. എങ്കിൽ ശരി, ഓക്കെ, ബായ്.